ഐതിഹാസികമായിട്ടുള്ള കരിമന്നൂർ സഹകരണ ബാങ്കിന്റെ അഴിമതി അവിടുത്തെ ഒരു ജീവനക്കാരൻ പുറത്തു കൊണ്ടുവന്ന് ഇരിങ്ങാലക്കുട മണ്ഡലം ഓഫീസിൽ വന്ന് പറഞ്ഞ അന്ന് ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുത്ത ഒരു സമരമാണ് 300 കോടിയുടെ അഴിമതി. ആ തട്ടിപ്പ് പിടിച്ചെടുത്ത സമരത്തിന് നേതൃത്വം കൊടുത്ത ഭാരതീയ ജനതാ പാർട്ടിയുടെ അമരക്കാരൻ ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. പാർട്ടി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം കൊടുക്കുന്ന ബിജെപിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ്, യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് സബീഷ്, പാർട്ടി മണ്ഡലം പ്രസിഡന്റ് സുജിത്ത്, ജനറൽ സെക്രട്ടറി പ്രവേട്ടൻ, ശശിയേട്ടൻ, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പ്രമോദ്, ജനറൽ സെക്രട്ടറി ബിജു, മറ്റേ മാർച്ചിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടി പാവർട്ടി സർവീസ് സഹകരണ ബാങ്കിലേക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച സബീഷ് സൂചിപ്പിച്ചു കഴിഞ്ഞു. 28-ാം തീയതി പാവർട്ടി സർവീസ് സഹകരണ ബാങ്കിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ചില വ്യക്തികളുടെ പൊയ്മുഖം തുറന്നു കാണിക്കുക, ഈ ബാങ്കിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് പൊതുജനങ്ങളോട് വിശദീകരിക്കുക, ഇത് പൊതുജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കടമയാണ്, കർത്തവ്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഞങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്. രൂപീകൃതമായി 60 വർഷം പിന്നിടുന്ന പാവർട്ടി സർവീസ് സഹകരണ ബാങ്കിൽ തീവെട്ടിക്കൊള്ളയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാലം അത്രയും അതിവിദഗ്ധമായി അതൊക്കെ മൂടിവെക്കാൻ വേണ്ടി അതിന്റെ ഭരണസമിതി അംഗങ്ങൾക്ക് സാധിച്ചു. പക്ഷെ ഇന്ന് ആ പാവർട്ടി ബാങ്കിൽ നടക്കുന്ന തട്ടിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ആ ബാങ്കിലെ ജീവനക്കാർ തന്നെ ആ കാര്യങ്ങൾ പുറത്തു പറയാൻ തയ്യാറാകുന്നു. കാരണം കരിമന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ സംഭവിച്ചത് എന്താണ് എന്ന് ഇവിടുത്തെ ജീവനക്കാർക്ക് അറിയാം. അവിടെ 300 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ CPM നേതൃത്വവും ഭരണസമിതി അംഗങ്ങളും ആ തട്ടിപ്പിന്റെ ഉത്തരവാദിത്വം മുഴുവൻ അവിടുത്തെ ജീവനക്കാരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പാവർട്ടി സർവീസ് സഹകരണ ബാങ്കിലും സംഭവിക്കാൻ പോകുന്നത് അതുതന്നെയാണ്. തട്ടിപ്പ് നടത്തിയവരില്ല, ആ തട്ടിപ്പിന് മോഹസാക്ഷികളായിട്ടുള്ള ജീവനക്കാരെ പ്രതികളാക്കി രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഈ പാവർട്ടി സർവീസ് സഹകരണ ബാങ്കിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അത് ജീവനക്കാർക്കറിയാം. അതുകൊണ്ട് ജീവനക്കാര് അതൊക്കെ രഹസ്യമായി പുറത്ത് പറയാൻ വേണ്ടി തയ്യാറാക്കുന്നു. കോൺഗ്രസിലെ ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത, തട്ടിപ്പിന് കൂട്ടുനിൽക്കാത്ത ചില ആളുകൾ അടക്കം പറയുന്നു. ഈ ബാങ്കിൽ നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച് രഹസ്യമായിട്ട് പറയുന്നു. പരസ്യമായിട്ട് പറയാനുള്ള ധൈര്യം അവർക്കില്ല. പക്ഷെ രഹസ്യമായി ആ കാര്യങ്ങൾ അവർ തുറന്നു പറയാൻ തയ്യാറാകുന്നു. ചിലരൊക്കെ മത്സരിക്കാൻ തയ്യാറാകുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഇവിടെ തട്ടിപ്പ് നടത്തുന്നതിനെ കുറിച്ച് പുറത്തു പറയുന്ന ആളുകളെ ശാരീരികമായി കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഞാനിപ്പോ വണ്ടിയിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടുന്ന് എനിക്ക് വിളികൾ വന്നു. ഇവിടെ ഈ തട്ടിപ്പ് നടത്തുന്നതിനെ കുറിച്ച് പുറത്ത് പറഞ്ഞതിന്റെ പേരിൽ തട്ടിപ്പുകാര് രംഗത്തിറങ്ങിയ ആളുകളെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അരിയിൽ നിന്ന് യജമാനത്തെയും കടിച്ച് എന്നിട്ട് പട്ടിക്ക് മുറുമുറുപ്പ്. ഈ പാവർട്ടി സർവീസ് സഹകരണ ബാങ്കിനെ കട്ടുമുടിച്ച് തിന്ന് കൊഴുത്ത് തടിച്ചവർ അത് തുറന്നു പറയുന്ന ആളുകളെ ശാരീരികമായിട്ട് കൈകാര്യം ചെയ്യുന്നു. ജാക്കിജാൻ അനിൽകുമാർ അദ്ദേഹം വീട് കയറി ആക്രമണം നടത്തിയെന്നാണ് കേൾക്കുന്നത്.
ബ്രൂസ്ലി കമാലുദ്ദീൻ വലിയ അടിക്കാരൻ, വലിയ അടിക്കാരൻ. ഞങ്ങൾ പറയുന്നത് ഈ പാവങ്ങളെ രഹസ്യമായിട്ട് കാര്യങ്ങൾ പറയുമ്പോ നിങ്ങൾ എന്തിനാണ് അവരെ ആക്രമിക്കാൻ നടക്കുന്നത്? ഞങ്ങൾ പരസ്യമായിട്ടല്ലേ പറയുന്നത്. ഞങ്ങൾ പത്രസമ്മേളനം നടത്തി പറയുന്നു, മാർച്ച് നടത്തി പറയുന്നു, ഞങ്ങളിതാ പൊതു സ്ഥലത്ത് മൈക്ക് കെട്ടിവെച്ച് പറയുന്നു, നിങ്ങൾ തട്ടിപ്പുകാരാണ്, കൊള്ളക്കാരാണ്, ഈ ബാങ്കിനെ തകർത്തവരാണ്. ഞങ്ങൾ അത്ര വലിയ അടിക്കാരൊന്നുമല്ല, നിങ്ങളെ പോലെ വലിയ അടിക്കാരൊന്നുമല്ല. നിങ്ങൾക്ക് വലിയ സാമർഥ്യം ഉണ്ടാവും. കാരണം ഇക്കാലം അത്രയും ഈ ബാങ്കിനെ കട്ടുപിടിച്ച് കൊഴുത്ത് തടിച്ചവരാ. അതിന്റെ സാമർഥ്യം നിങ്ങൾക്കുണ്ടാവും, കഴിവ് നിങ്ങൾക്കുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നുമില്ല, ഞങ്ങൾ പാവങ്ങളാ. അപ്പൊ ഞങ്ങൾ വലിയ അടിക്കാരൊന്നുമല്ല. പക്ഷെ ഈ സത്യം തുറന്നു പറയുന്നതിന്റെ പേരിൽ ഞങ്ങളെ കൈകാര്യം ചെയ്യാമെന്നാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ കാലുമാറി അനിൽകുമാറെ നിന്ന നിപ്പിന് 4 വട്ടം പാർട്ടി മാറുന്ന നിങ്ങൾക്ക് കാലുമാറാൻ കാലുണ്ടാകാമെന്ന് ചിന്ത വെച്ച് വേണം ഞങ്ങളുമായി യുദ്ധത്തിന് മാത്രം ഞങ്ങൾ സൂചിപ്പിക്കുക. ഞങ്ങൾ ഇതൊക്കെ തുറന്നു പറയും. ഇത് തുറന്ന് പറയാനുള്ള ഉത്തരവാദിത്വം, ബാധ്യത ഞങ്ങളെപ്പോലുള്ള പാർട്ടി എന്നുള്ള നിലയിൽ അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് ഈ ബാങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകൾ വീണ്ടും ഒരു പാനലായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. ഇത്രയൊക്കെ ഈ ബാങ്കിനെ മുച്ചൂടും മുടിച്ചതും മതിയാവാതെ ഈ ബാങ്കിന്റെ ഉള്ള നീര് മുഴുവൻ ഈ കാട്ടുകള്ളന്മാർ ഊറ്റിക്കുടിച്ചു. ഇനിയിപ്പോ കുറച്ച് ചണ്ടി മാത്രമാണ് ബാക്കിയുള്ളത്. ആ ചണ്ടി കൂടി തിന്നണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കാട്ടുകള്ളന്മാർ വീണ്ടും ഈ ബാങ്കിന്റെ ഭരണസമിതിയിലേക്ക് മത്സരിക്കുന്നത്. ചക്കരക്കുടമ ആയതുകൊണ്ടാണല്ലോ അത് കൈയിട്ട് വാരാൻ വീണ്ടും വീണ്ടും ഈ തട്ടിപ്പുകാര് മുന്നോട്ട് വരുന്നു. ഇത് ലാഭമില്ലാത്ത ഏർപ്പാടാണെങ്കിൽ 1-2 വട്ടമൊക്കെ ഭരണസമിതിയിലേക്ക് ജയിച്ചു കഴിഞ്ഞാൽ ഈ ഏർപ്പാട് നിർത്തും. പക്ഷെ ഇത് നല്ല ലാഭമുള്ള ഏർപ്പാടാണ്, വലിയ ലാഭമുള്ള ഏർപ്പാടാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഭരണസമിതിയിലേക്ക് ഈ തട്ടിപ്പുകാര് തുടർച്ചയായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു സഹകരണ ബാങ്ക് തകരുമ്പോ എത്ര കുടുംബങ്ങളാണ് അനാഥമാകുന്നത്, എത്ര കുടുംബങ്ങളാണ് ആത്മഹത്യയിലേക്ക് നീങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവന്റെ ബാങ്കാണ്, പാവപ്പെട്ടവരുടെ അത്താണിയാണ്. അവർക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി രൂപീകൃതമായതാണ് സഹകരണ മേഖലയിലെ ബാങ്കുകൾ. പക്ഷെ ഇന്ന് സഹകരണ മേഖല, കേരളത്തിലെ സഹകരണ മേഖലയിലെ 90% ബാങ്കുകളിൽ നടക്കുന്നത് പാവപ്പെട്ടവനെ കൊള്ളയടിക്കുക എന്നുള്ളതാണ്. പാവപ്പെട്ടവനെ കൊള്ളയടിക്കാനുള്ള സങ്കേതങ്ങളാണ് ഇന്ന് സഹകരണ ബാങ്കുകൾ. അതാണ് കരുവന്നൂരിൽ കണ്ടത്, അതാണ് പുത്തൂരിൽ കണ്ടത്, അതാണ് കുട്ടനല്ലൂരിൽ കണ്ടത്, അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പാവർട്ടിയിലും കാണുന്നത്. ഇവിടെ പാവങ്ങളെ കൊള്ളയടിക്കാനുള്ള ഒരു സങ്കേതമായി ഈ പാവർട്ടിയിലെ സർവീസ് സഹകരണ ബാങ്കിനെ ഈ തട്ടിപ്പുകാർ മാറ്റിയിരിക്കുന്നു. പാവപ്പെട്ട ജനങ്ങൾ അവരുടെ കഷ്ടപ്പാടിനിടയിൽ അവർ മിച്ചം പിടിക്കുന്ന തുച്ഛമായ തുക, ആ തുക കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന സ്ഥലമാണ് ഈ സഹകരണ ബാങ്ക്. അവരുടെ കുട്ടികളുടെ കല്യാണത്തിന് വേണ്ടി, അവർക്കൊരു കൊച്ചു വീട് പണിയുന്നതിന് വേണ്ടി, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ വേണ്ടി, ഇങ്ങനെ പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി പാടത്തും പറമ്പിലും പണിശാലയിലും പണിയെടുക്കുന്ന പട്ടിണി പാവങ്ങൾ സ്വരൂപിക്കുന്ന പണമാണ് ഈ സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുന്നത്. അവർക്കൊരാവശ്യം വന്നാൽ ചുവപ്പ് നാടകളില്ലാതെ, മറ്റ് പ്രശ്നങ്ങളില്ലാതെ ചെറിയ ചെറിയ ലോണുകൾ ലഭിക്കണം. ഇതല്ലേ സഹകരണ ബാങ്കിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ പാവർട്ടി സഹകരണ ബാങ്കിൽ നടക്കുന്നത് എന്താണ്? പാവപ്പെട്ടവന് വല്ല ഗുണമുണ്ടോ പാവർട്ടി സഹകരണ ബാങ്കിൽ? ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ബാങ്ക് എന്ന് പറയുന്നത്, സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് സഹകാരികളുടേതാണ്. ഇതിൽ ലാഭമുണ്ടെങ്കിൽ സഹകാരികൾക്ക് കിട്ടണം, ഷെയർ ഹോൾഡേഴ്സിന് കിട്ടണം. ചില്ലിക്കാശിന്റെ ഗുണം കിട്ടാറുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ബോണസ് കിട്ടാറുണ്ടോ സഹകാരികൾക്ക്, ഇവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിന്? ഈ ബാങ്ക് വലിയ കടക്കണിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ പറയുന്നതല്ല, ഞങ്ങൾ വെറുതെ മൈക്ക് കെട്ടി ഞങ്ങളുടെ സന്തോഷത്തിന് പറയുന്നല്ല, ഞങ്ങൾ പറയുന്ന മുഴുവൻ
A+ ആയിരുന്നു. ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ? ഇവിടെ ഇപ്പോ ജനകീയ സഹകരണ സംരക്ഷണ മുന്നണിയിൽ മത്സരിക്കുന്ന ആ ആളുകളിൽ ചിലരൊക്കെ ഈ ബാങ്കിന്റെ ഡയറക്ടർമാരായിരുന്നു, സജീവമായി ബാങ്കിൽ ഇടപെട്ടവരായിരുന്നു. അവർക്ക് അന്നത്തെ ഈ ബാങ്കിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. ഈ ബാങ്ക് A+ കാറ്റഗറിയിലായിരുന്നു. ഇന്നിപ്പോ എന്താ അവസ്ഥ? ഈ ബാങ്ക് C ഗ്രേഡിലേക്ക് കൂപ്പുകുത്തി. A+ കാറ്റഗറിയിൽ ഉണ്ടായിരുന്ന ഒരു ബാങ്ക് C ഗ്രേഡിലേക്ക് കൂപ്പുകുത്തിയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ബാങ്ക് കൈകാര്യം ചെയ്ത ഇതിന്റെ ഡയറക്ടർ ബോർഡും മെമ്പർമാരല്ലെന്ന് മറ്റാരാണ് ഇതിന്റെ ഉത്തരവാദികൾ? എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു? ഇത് സഹകരണ വകുപ്പ് നടത്തുന്ന ഓഡിറ്റിംഗിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ബാങ്കിന്റെ ക്ലാസുകൾ നിർണ്ണയിക്കപ്പെടുന്നത്. ഇവിടെ വരുന്ന ഡെപ്പോസിറ്റ്, ആ ഡെപ്പോസിറ്റ് വിനിയോഗിക്കുന്നതിന്റെ പ്രാവീണ്യം, ഇവിടെ അനുവദിക്കുന്ന ലോൺ, ആ ലോണിന്റെ തിരിച്ചടവ്, ആ തിരിച്ചടവിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ബാങ്കിന്റെ ഗ്രേഡ് നിശ്ചയിക്കുന്നത്. ഈ ബാങ്കിൽ 140 കോടി രൂപയുടെ ഡെപ്പോസിറ്റ് ഉണ്ട്. 140 കോടി രൂപ. പക്ഷെ ബാങ്ക് 10 കോടി കടത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? 140 കോടി ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ, ലൈബിലിറ്റി ഉണ്ടെങ്കിൽ 130 കോടിയാണ് അസറ്റ് ഉള്ളത്. അപ്പൊ അസറ്റും ലൈബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ കടം എന്ന് പറയുന്നത്. അപ്പൊ 140 കോടി ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഈ ബാങ്ക് 130 കോടി രൂപയാണ് തിരിച്ചു കൊടുക്കാനുള്ള പ്രാപ്തി എന്ന് പറയുന്നു. അപ്പൊ 10 കോടി രൂപ കടമാണ്. ഇനി ബാക്കി 130 കോടിയിൽ 88 കോടി രൂപ കിട്ടാക്കടമാണ്. തിരിച്ചടവ് വരുന്നില്ല, പണം തിരിച്ചടക്കുന്നില്ല. അതിനാണ് കിട്ടാക്കടം എന്ന് പറയുന്നത്. അപ്പൊ ഈ 88 കോടി രൂപ എങ്ങനെ കിട്ടാക്കടമായി? ഞാൻ വ്യക്തമായി സൂചിപ്പിച്ചല്ലോ, ഇത് ഞങ്ങൾ പറയുന്ന കണക്കല്ല, ഇത് സഹകരണ വകുപ്പിന്റെ ഓഡിറ്റിംഗിൽ പറയുന്ന കണക്കാണ്. അപ്പൊ എങ്ങനെ 88 കോടി രൂപ കിട്ടാക്കടമായി? ആരാണ് ഇതിന് ഉത്തരവാദിത്വം പറയേണ്ടത്? ആരാണ് കിട്ടാക്കടം കൊടുത്തത്? തിരിച്ചടയ്ക്കപ്പെടാത്ത ലോൺ ആരാണ് അനുവദിച്ചത്? അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അവരുടെ പൊയ്മുഖമാണ് നമ്മൾ വലിച്ചു കീറേണ്ടത്. ആരാണ് ഇതിന് ഉത്തരവാദികൾ? പ്രിയപ്പെട്ടവരെ, ആ ഉത്തരവാദികൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ വേണ്ടി കോൺഗ്രസ് പാനലിൽ രംഗത്തിറങ്ങിയത്, കോൺഗ്രസിന്റെ വിമത പാനലിൽ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതിൽ അബ്ദുൽ സലാം വെൺമനയാട് എന്ന് പറയുന്ന ഒരാൾ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ 59 ലക്ഷത്തിന്റെ ലോൺ ഉണ്ട്. 59 ലക്ഷത്തിന്റെ ലോൺ. ആ ലോണിന് ചില പ്രത്യേകതയുണ്ട്. ആ ലോൺ കാനറ ബാങ്കിൽ ഉണ്ടായിരുന്ന ലോണാണ്. വെണ്ണേനാട് 12 സെന്റ് സ്ഥലമാണ് ഈ മഹാന്റെ പേരിലുള്ളത്. 12 സെന്റ് സ്ഥലം. അത് കാനറ ബാങ്കിൽ ലോൺ എടുത്ത വസ്തുവാണ്. 1 രൂപ തിരിച്ചടവ് വരാത്ത സാഹചര്യത്തിൽ അത് ജപ്തി ചെയ്യാൻ വേണ്ടി കാനറ ബാങ്ക് തീരുമാനിച്ചു. അങ്ങനെ കാനറ ബാങ്ക് ജപ്തി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച വെൺമനാട്ടിലുള്ള 12 സെന്റ് സ്ഥലം നമ്മുടെ പാവട്ടി സർവീസ് സഹകരണ ബാങ്ക് ടേക്ക് ഓവർ ചെയ്തു. എന്നിട്ട് 59 ലക്ഷം രൂപ ലോൺ അനുവദിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ബാങ്ക് ലോൺ അനുവദിക്കുമ്പോ മതിപ്പ് വിലയുടെ 50% ലോൺ അനുവദിക്കുക സാധാരണഗതി. അപ്പൊ 12 വെൺമനാടുള്ള 12 സെന്റ് സ്ഥലത്തിന് 59 ലക്ഷം രൂപ ലോൺ അനുവദിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ വെൺമനാടുള്ള ഈ അബ്ദുൽ സലാമിന്റെ ഭൂമിക്ക് 1 സെന്റിന് 10 ലക്ഷം രൂപ കിട്ടണം. നിങ്ങൾ പറ, വെൺമനാട് എവിടെയെങ്കിലും സ്ഥലത്തിന് 10 ലക്ഷം രൂപയുണ്ടോ? അബ്ദുൽ സലാമിന്റെ ഭൂമി നിങ്ങളൊന്ന് പോയി കാണും. 10 ലക്ഷം പോയിട്ട് 5 ലക്ഷം രൂപയും മാർക്കറ്റ് വിലയില്ലാത്ത ഭൂമിക്കാണ് 59 ലക്ഷം രൂപ ലോൺ അനുവദിച്ചിട്ടുള്ളത്. ഒരു ചില്ലിക്കാശ് തിരിച്ചടവില്ല. ഭാര്യയുടെ പേരില ലോൺ. അങ്ങനെയുള്ള ആ ലോൺ തിരിച്ചടയ്ക്കാത്ത മഹദിയുടെ ഭർത്താവ് ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിമത പാനലിൽ മത്സരിക്കുകയാണ്. ഇനി വീര ജോസ് സഹകരണ ബാങ്കിൽ ഒരു 5 സെന്റ് ഭൂമിയെങ്കിലും ഇല്ലാതെ ലോൺ കൊടുക്കില്ല, അതാ നിയമം. പക്ഷെ അവിടെ 3.5 സെന്റിന് ലോൺ എടുത്തിട്ടുള്ള വ്യക്തിയാണ്. ഇവിടെ ഒരു സാധാരണക്കാരൻ ചെന്നാൽ അവർക്ക് ലോൺ കിട്ടുമോ? 5 സെന്റ് ഭൂമിയില്ലെങ്കിൽ ലോൺ അനുവദിക്കുമോ? ലോൺ കിട്ടില്ല. പക്ഷേ ഈ ഡയറക്ട് ബോർഡിൽ മത്സരിക്കുന്ന മീര ജോസിന് 3.5 സെന്റിന് ലോൺ കൊടുത്തിരിക്കുന്നു. അവരാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മറ്റൊരാൾ. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു,
അനിൽകുമാർ കാൽമാറ്റത്തിൽ ഗിന്നസ് റെക്കോർഡിന് ഉടമകളാണ്. ഗിന്നസ് റെക്കോർഡാണ്. ലോകത്ത് എവിടെയുമില്ല ഇത്രയധികം പാർട്ടി മാറിയിട്ടുള്ള ആളുകൾ ലോകത്ത് എവിടെയുമില്ല പ്രിയപ്പെട്ടവരെ. ഇനി മാറാത്ത പാർട്ടിയില്ല. ബിജെപിയിൽ നിന്നാണ് തുടക്കം. എന്തായാലും ഞങ്ങൾ രക്ഷപ്പെട്ടു. വലിയൊരു അപകടമാണ് പാർട്ടിയിൽ നിന്ന് ഒഴിഞ്ഞുപോയത്. കോൺഗ്രസിലെത്തി, CPM-ലെത്തി, വീണ്ടും കോൺഗ്രസിലെത്തി, SDPI-ലെത്തി. ഇനി മാറാൻ പാർട്ടി ഇല്ലാത്തത് കൊണ്ട് ഇനി പുതിയ പാർട്ടി രൂപീകരിച്ചിട്ട് വേണം ആ പാർട്ടിയിലേക്ക് മാറാൻ. ബാക്കി എല്ലാ പാർട്ടിയിലും ഈ ദമ്പതികൾ എത്തിക്കഴിഞ്ഞു. അത്രയും വലിയ കാലുമാറ്റക്കാരാ. ആ കാലുമാറ്റക്കാര് ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ പാനലില്ല. കോൺഗ്രസ്സുകാരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടോ? നാളുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ പിന്തുണയോടുകൂടി മത്സരിച്ച് ജയിച്ച് ഈ പാവർട്ടി പഞ്ചായത്തിൽ 3 വർഷക്കാലം ഇടതുപക്ഷത്തിന് പഞ്ചായത്ത് പ്രസിഡന്റായി. എന്തൊരു വിചിത്രമായിട്ടുള്ള രാഷ്ട്രീയമാണ് പ്രിയപ്പെട്ടവരെ. കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച് ജയിക്കുക, എന്നിട്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാവുക. എന്നാൽ ഇവരുടെ വോട്ടാർക്ക ഇവർ കോൺഗ്രസിന് വോട്ട് ചെയ്യും. കാരണം ഇവരെ അയോഗ്യാക്കാൻ പാടില്ല. അപ്പൊ അയോഗ്യാക്കാതിരിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി UDF-ന് വോട്ട് ചെയ്യുക, എന്നിട്ട് കോൺഗ്രസിൽ നിന്ന് ആളുകളെ കൂറുമാറ്റി ഇവർക്ക് വോട്ട് ചെയ്യുക, എന്നിട്ട് 3 വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക, ഇടതുപക്ഷത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ്. എന്നിട്ട് കോടതി കോൺഗ്രസുകാർ കേസിന് പോയി കോടതി അയോഗ്യയാക്കി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് പുറത്തായി. ഇപ്പൊ വീണ്ടും കോൺഗ്രസിന് കൂടെ, ഇപ്പൊ വീണ്ടും കോൺഗ്രസിന്റെ പേരിൽ. ഇതെന്തൊരു രാഷ്ട്രീയമാണ്? എന്തെങ്കിലും ഒരു നാടുണ്ടോ ഈ കോൺഗ്രസുകാർക്ക്? എന്തെങ്കിലും ഒരു ഉൾപ്പുണ്ടോ? ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. അവർ വീണ്ടും മത്സരിക്കുന്നു. അവരുടെ ബന്ധുക്കളും ഒക്കെയായി 2 കോടി രൂപ ഈ ബാങ്കിൽ നിന്ന് ലോണുണ്ട്. 2 കോടി രൂപ. 1-2 പൈസയല്ല. ഈ സിന്ധു അനിൽകുമാറിന്റെയും ഒക്കെ ബന്ധുക്കളുടെയും ഒക്കെ പേരിൽ, അവരുടെ ബിനാമിയുടെ പേരിൽ 2 കോടി രൂപയുടെ ലോണുണ്ട് ഈ ബാങ്കിൽ. 1 രൂപയുടെ തിരിച്ചടവ് വരുന്നില്ല. അവരാണ് ഈ ബാങ്കിൽ മത്സരിക്കുന്നത്. ഒരു 4-5 കേസുകളുണ്ട് ഇവരുടെ പേരിൽ. ഭൂമി തട്ടിപ്പിന്റെ പേരിൽ, സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിൽ. അങ്ങനെയുള്ള തട്ടിപ്പുകാരെയാണോ കോൺഗ്രസുകാരെ നിങ്ങൾ പാനലിൽ മത്സരിപ്പിക്കുന്നത്? കള്ളന്റെ കയ്യിൽ താക്കോൽ കൊടുക്കുക എന്ന് കേട്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? അല്ലെ, ഈ കള്ളന്മാരെയാണോ താക്കോൽ ഏൽപ്പിക്കുന്നത്? അതൊരു ബാങ്കിന്റെ താക്കോൽ ഏൽപ്പിക്കുന്നത്. ഇത്രയും നമ്മുടെ കാലുമാറിയ, ഈ ബാങ്കിൽ നിന്ന് തട്ടിപ്പ് നടത്തിയ, നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതിയായിട്ടുള്ള അവരെയാണോ നിങ്ങൾ മത്സരിപ്പിക്കുന്നത്? ഇനി 3 തവണ ഈ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്ന കമാലുദ്ദീൻ 3 തവണ പ്രസിഡന്റ് ആയതുകൊണ്ട് ഇപ്രാവശ്യം മത്സരിക്കാൻ പറ്റില്ല. നിയമം അനുവദിക്കാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ആ പുഴയോരത്തുള്ള ചതുപ്പ് നിലം, ആ ചതുപ്പ് നിലം മുഴുവൻ നിസാര പൈസയ്ക്ക് വാങ്ങി പല ആളുകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്ത് ആ ഭൂമി ഈ പാവർട്ടി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ പണയം വെച്ച് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തിരിക്കുന്നു. ഇത് തന്നെയാണ് വലിയൊരു ബാങ്കിൽ നടന്നത്. വാല്യുവേഷൻ വില കുറഞ്ഞ ഭൂമി, ആ വില കുറഞ്ഞ ഭൂമി വാല്യുവേഷൻ കൂട്ടിവെച്ച് വ്യാജ ലോൺ തട്ടിപ്പ് നടത്തി കരുവന്നൂരിൽ. ഇവിടെ 3 തവണ പ്രസിഡന്റായ കമാലുദ്ദീൻ ചെയ്തതും മറ്റൊന്നല്ല, പുഴയോരത്തുള്ള ചതിപ്പ് നിലം, മാർക്കറ്റ് വില, തുച്ഛമായിട്ടുള്ള ഭൂമി തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് വാങ്ങി പല ആളുകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് അവരെ കൊണ്ട് ഈ പാവർട്ടി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുപ്പിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് 88 കോടി രൂപയുടെ കിട്ടാക്കടം വന്നതെന്ന്? ഇത് വേറെ വഴിക്കുമല്ല പോയിട്ടുള്ളത്. ഇത് ഈ തട്ടിപ്പ് സംഘങ്ങളുടെ ഉപജാപക വൃന്ദങ്ങളുടെ കയ്യിലാണ് ഈ തട്ടിപ്പ് പണം മുഴുവൻ. ഇനി വേറെ ആരെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നാൽ എന്ത് സംഭവിക്കും? വേറെ ആരെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നാൽ ഈ കിട്ടാക്കടം തിരിച്ചു പിടിക്കാനുള്ള നടപടി ഉണ്ടാകും, ജപ്തി നടപടി ഉണ്ടാകും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഈ തട്ടിപ്പുകാർ വീണ്ടും മത്സരിക്കുന്നത്. ഒരാൾ പോലും പുറത്തുനിന്ന് ജയിച്ചു വരാൻ പാടില്ല. പുറത്തുനിന്ന് ജയിച്ചു വന്നാൽ ഈ തട്ടിപ്പുകാരുടെ ഭൂമി ജപ്തി ചെയ്ത് ഈ പണം തിരിച്ചു പിടിക്കുന്ന നടപടി ഉണ്ടാകും. വ്യാജ ലോൺ തട്ടിപ്പിനെതിരെ ക്രിമിനൽ കേസ് ഉണ്ടാകും.
ഉണ്ടാകും. അത് മേടിച്ചിട്ടാണ് വേറെ ആരും ഇതിന്റെ ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടി ഈ പാവർട്ടി സർവീസ് സഹകരണ ബാങ്കിൽ കോട്ട കെട്ടി സംരക്ഷിച്ച് ഈ തട്ടിപ്പുകാരെല്ലാം കൂടി ഒരു പേനലായിട്ട് മത്സരിക്കുന്നു. ഇപ്പോ DCC, കോൺഗ്രസിന്റെ DCC ഒരു പാനൽ പ്രഖ്യാപിച്ചു. അപ്പൊ ഐ കോൺഗ്രസിന് 3 പേർക്ക് സീറ്റ് കൊടുത്തു. അപ്പൊ സ്വാഭാവികമായി 8 പേര് വിമതപക്ഷത്തും 3 പേര് ഔദ്യോഗിക പക്ഷത്തും മത്സരിച്ചെന്താ കുഴപ്പം? പക്ഷെ അതുപോലും ഈ വിമതന്മാർ അംഗീകരിക്കാൻ തയ്യാറല്ല. കാരണം അങ്ങനെ 3 പേര് ഐ കോൺഗ്രസിന്റെ ഭാഗത്ത് ജയിച്ചു വന്നാൽ ഇവരുടെ തട്ടിപ്പ് പുറത്തു വരും. അപ്പോ ആ 3 പേരെ പോലും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ച് 11 പേര് തട്ടിപ്പുകാരാകണം, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് തട്ടിപ്പ് നടത്തണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് 11 സീറ്റിലും ഈ വിമതന്മാര് എല്ലാ തട്ടിപ്പുകാരും കൂടി ഒരുമിച്ച് മത്സരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടിയാ. എന്നിട്ട് കോൺഗ്രസ് എന്ത് ചെയ്തു? ഈ തട്ടിപ്പുകാരെ സംരക്ഷിക്കുകയല്ലേ? ഈ പാവർട്ടി സർവീസ് സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടക്കുന്നു എന്ന് കഴിഞ്ഞ 5-6 വർഷമായി പരാതി പോകുന്നുണ്ട്. ഇവിടുത്തെ കോൺഗ്രസുകാരിലെ പരാതി കൊടുക്കുന്നുണ്ട്, ഐ കോൺഗ്രസുകാർ പരാതി കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം നടപടി സ്വീകരിക്കുന്നില്ല? ഇങ്ങനെ ഒരു സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടക്കുന്നു എന്നറിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നടപടി സ്വീകരിക്കട്ടെ. എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം നടപടി സ്വീകരിക്കാത്തത്? ഈ ഭരണസമിതി പിരിച്ചുവിടട്ടെ. ഒരാളെ പോലും ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ DCC നേതൃത്വം അനുവദിക്കാൻ പാടുണ്ടോ? അപ്പോ DCC നേതൃത്വം ഈ തട്ടിപ്പുകാർക്ക് ഒത്താശ ചെയ്യുകയാണ്. ആ കള്ളന്മാരുടെ പേരിൽ നിന്ന് 8 പേർക്ക് അംഗീകാരം നൽകുക വഴി ഈ പാവർട്ടി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് തട്ടിച്ചെടുത്ത പണത്തിന്റെ ഓഹരി നേതൃത്വം DCC നേതൃത്വം കൈപ്പറ്റി എന്ന് അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കരുവന്നൂരിലും അതാണ് സംഭവിച്ചത്. കരുവന്നൂരിലെ തട്ടിപ്പ് പണത്തിന്റെ വിഹിതം CPM നേതൃത്വം കൈപ്പറ്റിയതുകൊണ്ടാണ് അവിടുത്തെ തട്ടിപ്പുകാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ CPM നേതൃത്വത്തിന് കഴിയാതെ പോയത്. പാവർട്ടി സർവീസ് സഹകരണ ബാങ്കിലും ഈ തട്ടിപ്പുകാർക്കെതിരെ DCC നേതൃത്വത്തിന് നടപടി സ്വീകരിക്കാൻ കഴിയാത്തത് ഈ തട്ടിപ്പ് പണത്തിന്റെ പങ്ക് പല കോൺഗ്രസ് നേതാക്കന്മാരും പറ്റിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ പോരാട്ടം എന്ന് പറയുന്നത് ഈ ബാങ്കിനെ തകർക്കാനല്ല, ഈ ബാങ്കിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഇവിടെ നടന്നിട്ടുള്ള തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇവിടെ നിയമന തട്ടിപ്പ് നടന്നിട്ടുണ്ട്. 3 പേർക്ക് നിയമനം കൊടുത്ത് 30 ലക്ഷം രൂപ വീതം 90 ലക്ഷം രൂപ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ പണം എവിടെ പോയി? ആ പണം ഈ ബാങ്കിൽ വരെ വെച്ചിട്ടില്ല. ആ പണത്തിന് കണക്കില്ല. ആ 3 നിയമനത്തിൽ കൂടി സമ്പാദിച്ച 90 ലക്ഷം രൂപ എവിടെ പോയി എന്ന് ഈ കാട്ടുകള്ളന്മാരെ കൊണ്ട് കണക്ക് പറയിപ്പിക്കണം. അത് പറയിപ്പിക്കണമെങ്കിൽ ഈ ബാങ്കിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകണം. ഇവിടെ പല വ്യാജ ലോണുകളും അനുവദിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടാകണം. പല ബിനാമി ലോണുകളും അനുവദിച്ചിട്ടുണ്ട്, അതാരുടെ പേരിലാണെന്ന് കണ്ടുപിടിക്കണം. ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണം. ഈ പാവർട്ടി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ജൂറിസ്ഡിക്ഷന് പുറത്തുള്ള ആളുകൾക്ക് ലോൺ അനുവദിച്ചിട്ടുണ്ട്. അത് സഹകരണ നിയമത്തിന്റെ ലംഘനമാണ്. അതാര് പറഞ്ഞാൽ ലോൺ അനുവദിച്ചു, ആ തട്ടിപ്പുകാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിനിവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകണം. അല്ലാതെ ഈ ബാങ്കിൽ നിന്ന് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന ലക്ഷ്യത്തോടു കൂടിയല്ല ജനകീയ സഹകരണ സംരക്ഷണ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇവിടെ കരുവന്നൂർ പോലെ ആത്മഹത്യകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. കരുവന്നൂരിൽ മുകുന്ദേട്ടൻ ആത്മഹത്യ ചെയ്തു, ജോസേട്ടൻ ആത്മഹത്യ ചെയ്തു, ചികിത്സ കിട്ടാതെ ഫിലോമിൻ മരിച്ചു, ശശി മരിച്ചു. അവിടെ നിരവധി പേര് ആത്മഹത്യ ചെയ്തു. ചികിത്സ കിട്ടാതെ ആളുകൾ മരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ജോഷി ദയാവധത്തിന് വേണ്ടി 80 ലക്ഷം രൂപ കരുവന്നൂരിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉള്ള ജോഷി എന്ന് പറയുന്ന പഴയ ബ്രാഞ്ച് സെക്രട്ടറി ദയാവധത്തിന് വേണ്ടി കോടതിയെ സമീപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ അവസ്ഥ പാവർട്ടി സർവീസ് സഹകരണ ബാങ്കിൽ വരണോ? നിങ്ങൾ ചിന്തിക്കണം. പാവർട്ടി സർവീസ് സഹകരണ ബാങ്കിൽ വരണോ? ഇവിടെ ഇപ്പൊ സംഭവിക്കുന്നത് എന്താ? ഇപ്പൊ സംഭവിക്കുന്നത് ഡെപ്പോസിറ്റുകൾ കൂട്ടത്തോടുകൂടി ആളുകൾ തിരിച്ചു ചോദിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഈ ബാങ്ക് പൊളിയാത്തത്. ഡെപ്പോസിറ്റ് തിരിച്ചു ചോദിച്ചു വരുന്ന ആളുകൾക്ക് പുതിയ ഡെപ്പോസിറ്റ് കണ്ടെത്തി ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരാൾ ഡെപ്പോസിറ്റ് തിരിച്ചു ചോദിച്ചാൽ പുതിയ ഡെപ്പോസിറ്റ് കണ്ടെത്തി ആ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കും.
സത്യത്തിൽ ബാങ്കിംഗ് ബിസിനസ്സിൽ അങ്ങനെയാണ് വേണ്ടത്. ലോൺ അനുവദിച്ച പണം തിരിച്ചടവ് വന്ന് ആ പണം കൊണ്ടാണ് ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ പഴയ ഡെപ്പോസിറ്റ് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് പുതിയ ഡെപ്പോസിറ്റ് പിടിച്ച് തിരിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. അപ്പോ ഈ ബാങ്ക് അത്യന്തം അപകടകരമായിട്ടുള്ള സ്ഥിതിയില്ല. അതുകൊണ്ട് ഈ തട്ടിപ്പുകാരെ പുറത്താക്കി ഈ സഹകരണ ബാങ്കിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ജനകീയ സഹകരണ സംരക്ഷണ മുന്നണി നടത്തുന്നത്. ആ മുന്നണിക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്, കർത്തവ്യമാണ്. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഈ ബാങ്ക് സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾ, പാവപ്പെട്ട കച്ചവടക്കാര്, സർവ്വസാധാരണക്കാര്, നിങ്ങളുടെ പണം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ, ഈ ബാങ്ക് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ കാട്ടുകള്ളന്മാരിൽ നിന്ന് ഈ ബാങ്കിന്റെ ഭരണം മോചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് BJPക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമല്ല. ആരും തെറ്റിദ്ധരിക്കണ്ട. ഇത് BJPക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. തൃശൂർ ലോകസഭ ജയിച്ചതിനേക്കാൾ വലിയ ഒരു നേട്ടമൊന്നും ഇവിടെ BJPക്ക് ഉണ്ടാക്കാനില്ല. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമല്ല. ഇത് പാവട്ടിയിലെ ജനങ്ങൾ കബളിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, പാവട്ടിയിലെ സർവ്വസാധാരണക്കാരന്റെ, പാവപ്പെട്ടവന്റെ, അവന്റെ ചോര നീരാക്കിയിട്ടുള്ള പണം, ആ പണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സമര പോരാട്ടമാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ BJP ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി തട്ടിപ്പുകാരെ സമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെടുത്തേണ്ടത്, തുറന്നു കാണിക്കേണ്ടത്, കയ്യാമം വെക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട്, നിങ്ങളുടെ വികലമായിട്ടുള്ള ചിന്താഗതികൾ മാറ്റിവെച്ചുകൊണ്ട് ഈ തട്ടിപ്പുകാരെ ഒറ്റപ്പെടുത്താനും പരാജയപ്പെടുത്താനും അതുവഴി ഒരു മാറ്റത്തിനും പുതിയൊരു ഭരണ നേതൃത്വത്തിനും പാവട്ടി സഹകരണ ബാങ്കിൽ അവസരമൊരുക്കുന്നതിനും വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾ സഹകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇത്തരത്തിൽ ഈ തട്ടിപ്പുകാരെ തുറന്നു കാണിക്കാൻ വേണ്ടി ഈ മഴയെ പോലും അവഗണിച്ചുകൊണ്ട് നല്ല ഒരു മാർച്ച് സംഘടിപ്പിച്ച ഇവിടുത്തെ പാവട്ടി BJPയുടെ പഞ്ചായത്ത് കമ്മിറ്റിയെ അനുമോദിച്ചുകൊണ്ട് ഈ തട്ടിപ്പുകാർക്കെതിരെ ശക്തമായി രംഗത്ത് വന്ന് പടയൊരുക്കം നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജനകീയ സഹകരണ സംരക്ഷണ മുന്നണിയുടെ ആ സ്ഥാനാർത്ഥികൾക്ക് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ മാർച്ച് ഇവിടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. 8ാം നമ്പറിൽ മത്സരിക്കുന്ന പ്രമോദ് ആനയടത്തും അതുപോലെ പാർട്ടിയുടെ മേഖലാ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള പ്രമോദ് ആനയടത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സമരപരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാധ്യക്ഷൻ ശ്രീമാൻ അനീഷ് കുമാർ അവർകൾ, ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് സുജിത്ത്, പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷൻ ഹരിയേട്ടൻ, ജനറൽ സെക്രട്ടറി ശ്രീ പ്രവീട്ടൻ, ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബിജുവേട്ടൻ, ആമുഖ പ്രസംഗം നടത്തിയിട്ടുള്ള യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ സതീഷ്, ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ജസ്റ്റിൻ ജേക്കബ് ഉൾപ്പെടെയുള്ള മുഴുവൻ സഹപ്രവർത്തകർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും സഹകാരികൾക്കും നമസ്കാരം. ഭാരതീയ